മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഐറ്റം ട്രൈ കളർ റൈസ്. ട്രൈ കളർ റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ബേസ് എല്ലാം സെയിം തന്നെയാണ്. ജസ്റ്റ് ബട്ടറിൽ ജീരകം വാട്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ടൊക്കെ ബേസ് ഒക്കെ സെയിം ആണ്. അതിൽ 3 കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ കളർ ആയിട്ടുള്ളത് സ്പിനാച്ച് ഫോർ ഗ്രീൻ, ടൊമാറ്റോ ഫോർ ഓറഞ്ചിഷ് റെഡ് ആൻഡ് പ്ലെയിൻ വൈറ്റ്. 3 കളേഴ്സാണ്. ബേസിക്കലി ഞാൻ കുറച്ച് ലൈം ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഫ്ലേവറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ടൊമാറ്റോയിലും പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെയാണ് സെയിം. കുറച്ച് മുളക് പൊടി ഉണ്ട്, അത്രേ വ്യത്യാസമുള്ളൂ. സ്പിനാച്ചിൽ ഞാൻ പച്ചമുളക് ഇട്ട് ഗാർലിക് ഇട്ടിട്ട് അരച്ചിട്ടുണ്ട്. തക്കാളിയിൽ ഞാൻ അതായത് ടൊമാറ്റോ റൈസിൽ ഞാൻ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഗാർലിക് സോട്ട് ചെയ്തു, അത്രയും ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇതാണ് മൂന്ന് തരത്തിലുള്ള ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അല്ലേ. ഇതിന് ഞാൻ 2 തരം റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ ജീര റൈസിന് ഞാൻ ലോങ് ഗ്രെയിൻ റൈസാണ് എടുത്തിരിക്കുന്നത്. ബാക്കി 2നും ഞാൻ സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ബാക്കി 2 കുറച്ച് സോഗി ആയാലും അല്ലെങ്കിൽ കുറച്ച് കുഴഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് എനിക്ക് പച്ചരിയിൽ മിക്സ് ആവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് കുഴഞ്ഞിരിക്കുന്നത് കഴിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ സ്പിനാച്ചിനും ടൊമാറ്റോയ്ക്കും ഞാൻ പച്ചരി റോ റൈസാണ് എടുത്തിരിക്കുന്നത്. ജീര റൈസിന് മാത്രം ലോങ് ഗ്രെയിൻ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ജീര റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, കളർ ഇല്ലാത്തത്. അപ്പോൾ ബാക്കി കളർഫുൾ ആയിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ലൈറ്റ് കളറിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ജീര റൈസാണ് ഉണ്ടാക്കുന്നത്. കടായി എടുത്ത് ബട്ടർ വാട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം കുറച്ച് ജീരകം ഇട്ട് നന്നായി വാട്ടി. പിന്നെ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. റൈസിൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് മാത്രം ഇട്ടിട്ട് പിന്നെ നമുക്ക് നേരത്തെ തന്നെ ബോയിൽ ചെയ്ത് വെച്ച ലോങ് ഗ്രെയിൻ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സോട്ട് ചെയ്യുക, അത്ര തന്നെ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് റൈസാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം നല്ല ഇതിനൊരു കാണാനൊരു ഭംഗി ഉണ്ടാവും. എന്തായാലും കളറില്ലല്ലോ, അതുകൊണ്ട് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് ഞാൻ മാറ്റി വെച്ചു. അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ബട്ടർ ഇട്ടു, ജീരകം ഇട്ടു, അത് വാട്ടിയതിന് ശേഷം ഇതിൽ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് ഞാൻ സാധാരണ അരക്കാറാണ് ചെയ്യുക, അപ്പോൾ സമയക്കുറവുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ വീട്ടിൽ അരയ്ക്കുന്നതാണ് ശരിക്കും ഫ്ലേവറായിട്ട് വരിക കേട്ടോ. ഇതെനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ. 2 ടൊമാറ്റോ ഞാൻ ഓൾറെഡി വെറുതെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പച്ചമണം പോണ വരെ വാട്ടിയെടുക്കണം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി അതിൻ്റെ ആ റോസ് മില്ല് പോകുന്ന വരെ വാട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ ചോറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ റെഡ് കളറിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വൈറ്റ് റൈസിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഓറഞ്ചിഷ് റെഡ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ട്രൈ കളറിന് അത് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ടോ. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് നന്നായി വാട്ടി അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോയിട്ട് വരുമ്പോൾ, എന്നാലും ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല. കാരണം അപ്പോൾ ചോറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ കളറെല്ലാം അവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം റൈസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈസ് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, നേരത്തെ പറഞ്ഞു. അത് കുറച്ച് കുഴഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി പച്ചരി നേരത്തെ വേവിച്ച് 2 പോർഷനാക്കി ഒന്ന് സ്പിനാച്ച് റൈസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലെയർ സെറ്റ് ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ചിട്ട് വേണം റൈസ് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് പച്ചരി ഒബ്വിയസ്ലി അത് ചെറിയൊരു ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞ ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, നല്ല മോൾഡിലൊക്കെ സെറ്റ് ചെയ്താൽ. അപ്പോൾ ഞാൻ ഇത് റെഡിയായി, ഞാൻ ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇതിൽ കറിവേപ്പില ഒന്നും ഇടുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇടയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും ഇതിന് വേറെ ഒന്നും ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി. സ്ക്വയർ ഷേപ്പാണ് എനിക്ക് ആവശ്യം, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ആക്കി. അതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ജീര റൈസും കൂടെ അതിലേക്ക് ഇട്ട് സെറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3rd കളർ സ്പിനാച്ചിൻ്റെയാണ്. സ്പിനാച്ച് റൈസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാനിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നില്ല, പകരം ഞാൻ ഓൾറെഡി ബ്ലാൻഡ് ചെയ്ത സ്പിനാച്ചിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഗാർലിക്കും പച്ചമുളകും ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനെക്കാളും ടേസ്റ്റ് ഇതിനാണ്. അപ്പോൾ ഇത് വേറൊരു ഫ്ലേവറാണ്. ചെറുതായിട്ട് ഒരു ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഇതും അതുപോലെ പച്ചമണം കുറച്ച് മാറിയതും റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. റൈസ് ആഡ് ചെയ്യുമ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഡാർക്ക് കളർ കുറഞ്ഞു പോകും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം റൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റായി നിൽക്കുന്നുണ്ട്. ഈ കളറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ കളറിനനുസരിച്ചിട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 3 കളർ നമുക്ക് കിട്ടി. ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്കിപ്പോൾ തോന്നി വൈറ്റ് കുറച്ചും കൂടെ ആവായിരുന്നു, പക്ഷേ അപ്പോഴേക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എനിവേ ഓൾ സെറ്റ്. നമുക്ക് നോക്കിയാലോ, തുറന്നു നോക്കാല്ലേ. സോ ഹാപ്പി. ഇത് വിട്ട് വരാൻ ഈസിക്ക് ആണെങ്കിൽ ഒരു ക്ലിങ് ഫിലിം ഉള്ളിൽ വെച്ചതിന് ശേഷം ഈ റൈസ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അടിയിലൊട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്നാൽ നമുക്ക് ഷേപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ക്ലിങ് ഫിലിം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ക്ലിങ് ഫിലിം യൂസ് ചെയ്തിട്ടില്ല, പകരം ഞാൻ ബട്ടർ ഒന്ന് ഇതിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര നന്നായി കിട്ടിയത്. പക്ഷേ എന്നാലും കുറച്ചൊരു ലെയറിനൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. വൈറ്റിൻ്റെ ഭാഗം കുറച്ച് കുറഞ്ഞു പോയി. അതുകൊണ്ട് വൈറ്റിൻ്റെ റൈസ് ഞാൻ കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റ് വെക്കുമ്പോൾ തെറ്റിപ്പോയതാണ്. ബട്ട് എന്നാലും ഒരു ട്രൈ കളർ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ട്രൈ കളർ റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റ് ചെയ്ത് നന്നായിരിക്കും. 3 ഫ്ലേവറാണ് വരുന്നത്. ബേസ് സെയിം ആണെങ്കിലും ഫ്ലേവർ മാത്രം ഒന്ന് മാറ്റി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഇങ്ങനെ ഒരു നമ്മളത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഭംഗിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ദിന ആശംസകൾ. ഞാൻ എൻ്റെ ഗാർമെൻറ്റ്സിൽ കുറച്ച് ഫ്രീഡം സെയിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 ദിവസത്തേക്കായിരിക്കും ആ ഒരു സെയിൽ നടക്കുക. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഓർഡർ ചെയ്യാം.